ഹലോ എവരി വൺ, ഇന്നൊരു കുഞ്ഞു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ക്രോഷ്യ ഹെയർ സ്ക്രഞ്ചീസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. 3 സ്റ്റെപ്പാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഹെയർ ടൈ കംപ്ലീറ്റ് ആയിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഒരു ഗ്യാപ്പും ഇല്ലാതെ വേണം നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വലിച്ചു വിടുകയാണെങ്കിൽ അവിടെ പിന്നെയും ഗ്യാപ്പ് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി ഫില്ലാവുന്നത് പോലെ വേണം നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ കംപ്ലീറ്റ്ലി സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 8 ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം. 8 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്തതിന് ശേഷം 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സെമി സർക്കിൾ ഫോം ആവും. 8 ചെയിൻ സ്റ്റിച്ചസ്, 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക, ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതേ പ്രോസസ്സ് തന്നെ ആ എൻ്റയർ റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെമി ആയിട്ടുള്ള സർക്കിൾസ് ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. അതിൻ്റെ ലാസ്റ്റത്തെ ആണത്. അതുകൂടി ചെയ്ത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള 8 ചെയിനുകളുണ്ടല്ലോ, അതിലൊക്കെ 2 വീതം ഡബിൾ ക്രോഷ്യ ചെയ്യാന്നുള്ളതാണ്. അതായത് 8 ചെയിൻ ചെയ്ത് നമ്മൾ സെമി സർക്കിൾ ചെയ്തിട്ടുള്ളതിലൊക്കെ 2 വീതം ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇത് പറയാൻ നല്ല എളുപ്പമാണ്. ഇതാണ് മോസ്റ്റ് ടൈം കൺസ്യൂം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത്യാവശ്യം സമയമെടുക്കും ഇത് എല്ലാ സ്റ്റിച്ചസിലും നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് വരുമ്പോഴേക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ടൈ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്രോഷ്യ പ്രോഡക്റ്റ്സും ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും. ആ ടൈം എടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടും നമ്മളെങ്ങനെ ഹെയറിലൊക്കെ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെയും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ്. കൂടുതൽ ക്രോഷ്യ റിലേറ്റഡ് വീഡിയോസൊക്കെ ചാനലിലുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടു നോക്കൂ.